Hey guys, welcome to my YouTube channel. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ സസ്പെൻസ് ഇടേണ്ട കാര്യമൊന്നുമില്ല, തമ്മിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇന്ന് എന്റെ പിറന്നാളാണ്. അഗെയിൻ നമ്മൾ മുന്നേ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇന്നും വേറെ പിറന്നാളായപ്പോൾ വേറെ വ്ളോഗ് അങ്ങനെ കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടേ, അത് കിട്ടണില്ല. കുറേ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നത്. ഷോർട്സ് ഞാൻ ഇടാറുണ്ട്, പക്ഷെ വ്ളോഗ് അങ്ങനെ ഇടില്ലല്ലോ. അപ്പൊ എനിക്കിങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ സംസാരിക്കാൻ. അപ്പൊ എന്താ, ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ ബൾബിട്ട പോലെയാണ് മുഖം നിൽക്കണം. ഞാനിങ്ങനെ പറയും, ഈശ്വരാ ചിരിക്കല്ലേ, മുഖത്തിന് ചിരിക്കാതിരിക്കും, എന്റെ മുഖം എപ്പോഴും ഇങ്ങനെ ചിരിച്ച് ഇങ്ങനത്തെ ഒരു സംഭവത്തിലാണ് ഇവിടെ നിൽക്കണം. പിറന്നാളായോണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. അറിയില്ല എന്താ മുഖം ഇങ്ങനെ തിളങ്ങി നിൽക്കണേന്നുള്ളത്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് വല്യമ്മയും മണിയും വരുന്നത്. അനു വരുന്നില്ല കേട്ടോ, അനുവിന്റെ ചേട്ടന്റെ അമ്മയാണ് കേട്ടോ വല്യമ്മയും മണിയും ഉദ്ദേശിച്ചത്. അനു വരുന്നില്ല, അവൾക്ക് ഡാൻസ് ഉണ്ട്. സോ അവൾക്ക് അത് യൂത്ത് ഫെസ്റ്റിവലിൽ കളിക്കാനുള്ളതാണ്. അപ്പം യൂത്ത് ഫെസ്റ്റിവൽ അടുത്താണ്, ഇപ്പം വരുന്നത്. അപ്പൊ അതിന്റെ അടുത്തായതുകൊണ്ട് അവൾക്ക് ലീവ് കിട്ടില്ല അവിടെ നിന്ന്, അതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ആ ഒരു കാര്യം മാത്രം എനിക്ക് നല്ല സങ്കടമുണ്ട്. ഞാൻ വിചാരിച്ചാൽ വരും എന്നുള്ളത്, പക്ഷെ അവൾ വരുന്നില്ല. അതെനിക്ക് വിഷമമായി. പോട്ടെ. പിന്നെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ, അതുകൊണ്ട് പിന്നെ ഞങ്ങൾ 2 ദിവസം മുമ്പ് ഞങ്ങൾ ഇങ്ങനെ തല്ലൂട്ടിരിക്കുകയായിരുന്നു. നീ വരണില്ല, വരണ്ട, നിന്നോട്ട് കമ്പനിയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ വരണ്ട. നമ്മളിങ്ങനെ ചെറിയൊരു തമാശക്കാൻ കേട്ടോ, സീരിയസ് ആയിട്ടല്ല, അങ്ങനെ ഇരിക്കായിരുന്നു. പിന്നെ എന്താ രാവിലെ വിളിച്ചപ്പോൾ ഒരു സമാധാനം. വിളിക്കും എല്ലാവരും, മീൻസ് ഈ ദിവസം എല്ലാവരും അല്ലെങ്കിൽ വിളിക്കും. രാവിലെ എണീക്കും, ഞാൻ എണീക്കുമ്പോഴേക്കും വിളി വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ എണീച്ചിട്ട് പിന്നെ തിരിച്ച് വിളിക്കാൻ ചെയ്യാം. ഇനിയും വിളിക്കാൻ 2 പേർക്ക് തിരിച്ച് വിളിക്കാനുണ്ട്, നാട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ വിളിക്കണം. അപ്പോൾ നമുക്ക് കാണാം. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എപ്പോഴത്തേക്കും ഒരു സദ്യ, പായസം അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. നമുക്ക് എന്തായാലും പിന്നെ പറഞ്ഞില്ലേ വല്യമ്മ പണി വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവര് വന്നിട്ടുള്ള പിറന്നാളൊക്കെ. സാധാരണ ഞങ്ങൾ 4 പേരാണ് ഉണ്ടാവാറുള്ളൂ. ഇപ്രാവശ്യം അവര് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ അമ്മനെയും അപ്പനെയും കാണിച്ചത്. അച്ഛൻ ഡ്യൂട്ടിക്ക് കയറി എന്നുവെച്ചാൽ പോയി, ഉച്ചയ്ക്ക് എന്നെ കഴിക്കുന്ന സമയം വരുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും അമ്മയെ കാണിച്ചതാ. പിന്നെ ഞാൻ മുടിയൊന്നും മര്യാദയ്ക്ക് കെട്ടിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോ കുളി കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ നനവൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ ഫുഡ് കഴിക്കണം. നമുക്ക് ഫുഡ് കഴിക്കണം. അമ്മനെ കാണാം. അപ്പൊ ലൈറ്റ്സ് നമുക്ക് ഓഫ് ചെയ്യാം. കറണ്ട് ബില്ല് വെറുതെ പറ്റില്ലല്ലോ, നമ്മൾ പൈസ കൊടുക്കണ്ടേ. അതുകൊണ്ട് ലൈറ്റ് ഉണ്ടല്ലോ, ഓഫ് ചെയ്യാം. നമുക്ക് പോവാം, അമ്മയുടെ അടുത്തേക്ക് പോവാം. എന്താ അവസ്ഥ എന്ന് അറിയില്ല. അമ്പലത്തിലൊക്കെ പോയിട്ട് കണ്ടില്ലേ ചമ്മനക്കൊക്കെ എന്താണ് പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ. അവിടെ അല്ലേ ഇവിടെ. അപ്പൊ ഞാൻ പോയിട്ട് നാട്ടിലേക്ക് വിളിച്ചിട്ട് വരാം. ഹേ ഗൈസ്, അപ്പൊ കുറെ സമയം പോയിട്ടോ. ഞാൻ കുറച്ചേരം കിടക്കായിരുന്നു, എനിക്ക് വയറുവേദന എടുത്തിട്ട് ഞാൻ കിടന്നതാ. സമയം 12 മണി ആയിട്ടുണ്ട്. വല്യമ്മ മണിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് ഞാൻ കാണിച്ചുതരാം. കണ്ടോ, ഇങ്ങനെയാണ് കൊടുന്നിട്ടുള്ളത്. എന്താ സംഭവം എന്നൊക്കെ തുറന്നിട്ട് ഞാൻ കാണിച്ചുതരാം. ഓക്കെ. സത്യം പറഞ്ഞാല് എനിക്ക് ഫുഡ് കാണുമ്പോൾ കയ്യിൽ നിന്ന് പോകും. എനിക്ക് ഇത്ര നേരം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പെട്ടെന്നൊരു വിശപ്പ് ഭക്ഷണം കണ്ടപ്പോൾ. എപ്പോഴാണ് കഴിക്കുന്ന അച്ഛൻ വന്നിട്ടായിരിക്കും, എനിക്കറിയില്ല. അപ്പൂനെ കാണാനില്ല, എവിടെയാണ് അറിയില്ല. അപ്പൂനെ കാണാനില്ല. ബാക്കിയുള്ളവർക്ക് വന്നു. അവർ ഫുഡ് എടുക്കാൻ താഴെ പോയി കയറുന്നു കേട്ടോ. ഞാനപ്പോൾ ഒരു കോളിലായിരുന്നു, അമ്മായി വിളിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാടിന്. അപ്പൊ അങ്ങനെ ആ കോളിലായിരുന്നു. പിന്നെന്താ, പിന്നെ നമുക്ക് നോക്കാം. അടുത്തത് അപ്പു വരട്ടെ. അപ്പൂടെ ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. സദ്യ കഴിച്ചോട്ടെ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് സദ്യ കഴിക്കുന്നതും, അതുപോലെ തന്നെ കുറേ നാൾക്ക് ശേഷം ഇത്ര അധികം ഫുഡ് കഴിക്കുന്നത് കേട്ടോ. 4 പായസം അതാണ് കുടിച്ചത്. മത്ത് പിടിച്ചിരിക്കുക. അടിപൊളിയായിട്ട് വയറ് നിറഞ്ഞിട്ടുണ്ട്, മനസ്സ് നിറഞ്ഞു, എല്ലാം നിറഞ്ഞു. ഇനി
ചിലപ്പോൾ ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. കാര്യം നല്ല ഉറക്കം വരും ഇങ്ങനെ സദ്യയൊക്കെ കഴിച്ചിരിക്കുമ്പോൾ. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അച്ഛൻ വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കും. അവിടെ ഇപ്പം അച്ഛനും അമ്മയും വലിയമ്മയും കൂടെ കഴിക്കുകയാണ്. ഫസ്റ്റ് ഞാനും അപ്പവും മണിയിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അടുത്ത് എന്താ അവിടെ നടക്കാമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അങ്ങനെ ഇത് ഉറക്കത്തിൽ നിന്ന് എനിട്ടിട്ടുള്ള വരവാണ് കേട്ടോ. ഈ വരവ് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പറഞ്ഞില്ലേ പായസം കുടിച്ചതിൻ്റെ ആ ഒരു മത്തിയിൽ അങ്ങനെ കിടക്കായിരുന്നു. 5 കാലമായപ്പോഴാണ് എണീറ്റത് കേട്ടോ. എപ്പോൾ കിടന്നതാണെന്നറിയോ. അങ്ങനെ എണീക്കുന്ന സമയത്ത് നോക്കുമ്പോൾ അവർ പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ. ശ്രീലമ്മയും മണിയും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവരുടെ അപ്പു കിടക്കുന്നുണ്ട്. ഉറങ്ങുമെന്നല്ല കേട്ടോ, വെറുതെ കിടക്കുക. അവൻ ഫോൺ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ അത് അവർക്ക് വേണ്ടി ചായ ഉണ്ടാക്കുകയാണ്. ഹായ് ഗൈസ് ഒക്കെ പറയുന്നുണ്ട് ക്യാമറ കണ്ടിട്ട്. അതുപോലെ എനിക്കിപ്പോൾ വന്നിട്ട് സർപ്രൈസ് ഉണ്ടമ്മോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവർ ഇളനീര് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറിഞ്ഞില്ല, സംഭവം ഉറക്കത്തിനിടയിലായിരുന്നു. അപ്പം ഇങ്ങനെ ഇളനീരുണ്ടായിരുന്നു, അതിൻ്റെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ കുടിക്കണം. അപ്പോൾ അതെനിക്കത് അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനെടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് പുറത്ത് നല്ല മഴ എന്ന് പറയാൻ അങ്ങനെയല്ല, എന്നാലും ഈ ഒരു ചെറിയൊരു അളവിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പോണ സമയത്ത് മഴയുണ്ടായിരുന്നു. അങ്ങനെ അവർ പോവായിരുന്നു കേട്ടോ. ഞങ്ങളപ്പോൾ ഇത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയമ്മയ്ക്കൊക്കെ വീഡിയോയിൽ വരാൻ അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കേണ്ടത് പറഞ്ഞത്. അതാണ് അവർ കാണിക്കാത്തത് കേട്ടോ. മെയിനായിട്ട് മണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിക്കേണ്ടതെന്ന്. അവന് ജസ്റ്റ് ഒരു ഷോട്ട് മാത്രമേ ഞാൻ കാണിച്ചുള്ളൂ. അങ്ങനെ ഇത് അവർ പോണ ഒരു സീൻ മാത്രമേ ഞാൻ എടുത്തത് കേട്ടോ. അങ്ങനെ അവർ പോയി. അവർ ഇപ്പോൾ സമയം 5:30 ഉണ്ടോ അല്ലേ? 5:30 ഉണ്ടോ? 5:30 ആയിട്ട് അവർ പോയി. ഇനി നമ്മൾ 4 പേര് മാത്രം. 4 പേരായിട്ടില്ല, ഒരാൾ രാത്രി വരെയുള്ള ചോറ് വയ്ക്കണം. നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്, അതൊന്ന് ചെയ്യണം. സാധനമുണ്ട്. സംഭവം ഞാൻ കൊതിയായിട്ട് മേടിക്കാൻ പറഞ്ഞ് മേടിച്ചതാണ്. അല്ലല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് ഞാൻ പറഞ്ഞിട്ടാണ് ആക്ച്വലി മേടിച്ചത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാ അപ്പു പറഞ്ഞതല്ല അന്ന് അത് മേടിക്കാൻ. എന്നുകൊണ്ട് അപ്പൂനെ തള്ളികളയാൻ നോക്കാൻ കേട്ടോ ഈ സാധനം ഞാൻ. അങ്ങനെ ഇപ്പൊ എല്ലാരും പോയി. ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ വന്നോളൂ. അച്ഛൻ നേരത്തെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ വരാറില്ല. വന്നിട്ടുണ്ട്. ഇനിയിപ്പോ വൈകിട്ട് പരിപാടിയൊന്നുമില്ല. സദ്യ തന്നെ കഴിക്കുക. രാത്രി ഇരിക്കുന്നുണ്ടല്ലോ, ബാക്കി കറികളുണ്ട്, അപ്പൊ അത് കഴിക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറി വീട്ടിലത്തെ കോലത്തിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു കാണുന്നവരേക്കും